ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ മുടി പൊഴിച്ചിലിനെ കുറിച്ച് പിന്നെ അതിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് വന്നിരിക്കുന്നത്. എനിക്ക് നല്ലതുപോലെ മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. ഒരുപാട് പിന്നെ ഫേസ്ബുക്കിലൊക്കെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി. അതിലൊന്നും എനിക്ക് വലിയ വ്യത്യാസമൊന്നും വന്നില്ല. അങ്ങനെ ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ എനിക്കൊരു ഷാമ്പുവും ഒരു ഓയിൽമെൻറ്റും തന്ന്. എനിക്ക് ഷുഗറും പ്രഷറും ഉള്ള ആളാണ്. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് മരുന്ന് മേടിക്കുന്ന കടയിൽ നിന്നാണ് ആ ഡോക്ടർ എഴുതി തന്ന മരുന്ന് മേടിക്കാൻ ചെന്നത്. അപ്പോൾ ആ ആളിനോട് ഞാൻ ചോദിച്ചു, ഇത് തേച്ചാൽ പ്രയോജനം ഉണ്ടാവുമോ? കുറേ ആൾക്കാരൊക്കെ ഇത് വന്ന് വാങ്ങുന്നുണ്ടോ എന്ന് ഞാൻ ആ കുട്ടിയോട് ചോദിച്ചപ്പം പറഞ്ഞ്, അത് ചേച്ചി പിന്നെ ഒരു നല്ലതുപോലെ മാങ്ങ പിടിക്കുന്ന ഒരു മാവ്, അതിനകത്ത് ഇത്തിൾ പിടിച്ചാൽ അതിൻ്റെ കായ്ഫലം കുറയത്തില്ലയോ? അതുപോലെ പിന്നെ ഈ ഷുഗറും BP ഒക്കെ ഉള്ള ഒരാൾക്ക് മുടി കൊഴിച്ചിൽ സ്വാഭാവികമാണ്. അതുകൊണ്ട് മുടി കൊഴിച്ചിൽ അങ്ങനെ മാറാൻ ചാൻസ് ഇല്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്കത് ഭയങ്കര വിഷമമായി. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നതാണ് തലേ ദിവസത്തെ കഞ്ഞോളം, അതായത് വെള്ളയരിയുടെ കഞ്ഞോളം തന്നെ വേണം. തലേ ദിവസത്തെ കഞ്ഞോളം വെച്ചിട്ട് അതിനകത്ത് പിന്നെ മുട്ട പൊട്ടിച്ച് അതിൻ്റെ മഞ്ഞ ചേർക്കരുത്, വെള്ളം മാത്രം ചേർത്ത് നമ്മൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഓയിലും ചേർത്ത് മിക്സിയിൽ നല്ലതുപോലെ അടിച്ച്, അപ്പോൾ അത് നല്ലപോലെ പതയും, അത് തേക്കണം. എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെങ്കിൽ കുളിക്കുന്നതിന് മുമ്പ് ഇത് നമ്മൾ തലയിൽ തേക്കണം. എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെങ്കിൽ അത് 15 മിനിറ്റ് തേച്ചാൽ മതി. അല്ലാതെ ഒരു പ്രശ്നമില്ലാത്തവരാണെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ തേച്ച് നിന്നിട്ട് നല്ലതുപോലെ പിന്നെ തണുത്ത വെള്ളത്തിൽ കുളിച്ചാൽ പിന്നെ നല്ല മാറ്റം. എനിക്ക് നല്ല മാറ്റം ഉണ്ടായി. അതുകൊണ്ടാണ് എൻ്റെ മാറ്റം നിങ്ങൾക്കും കൂടി പറഞ്ഞു തരാം. മുടി പൊഴിയുന്ന കുറേ പേരുണ്ടായിരിക്കുമല്ലോ, അവർക്കൂടെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ ABC ജ്യൂസ് കുടിച്ചായിരുന്നു. അത് ഉണ്ടാക്കി കുടിക്കാൻ കുറച്ച് ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളവർ ആപ്പിള്, നെല്ലിക്ക, പേരയ്ക്ക ഇത് കഴിച്ചാലും മതി. ABC ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നവർ അത് തന്നെ കഴിക്കണം. അപ്പം നല്ല മാറ്റം ഉണ്ടാവും. ഞാനത് കുടിച്ചതിന് ശേഷം എൻ്റെ മുടിയിലുണ്ടായ മാറ്റം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എനിക്ക് നല്ലപോലെ മുടി കൊഴിച്ചിൽ നിന്ന് കുറേ മുടി വളർന്ന്. പക്ഷെ നമുക്ക് മുടി കൊഴിച്ചിൽ നിൽക്കുമ്പോൾ നമുക്കുള്ളുള്ളതുപോലെ തോന്നും. നമുക്ക് പെട്ടെന്ന് മുടി തലയോട്ടിയിൽ കിളിർത്ത് വരത്തില്ല. പക്ഷേ നമ്മുടെ ഉള്ള മുടിക്ക് നല്ലതുപോലെ നീളം വയ്ക്കും. അത് ഉറപ്പാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ പിന്നെ വീഡിയോ എല്ലാവരും കാണണം. പിന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. അടുത്ത വീഡിയോയുമായി നമുക്ക്